ഷഹബാസ് അവൻ്റെ മരണം അല്ലെങ്കിൽ കൊലപാതകം വിരൽ ചൂണ്ടുന്ന 1000 കാര്യങ്ങളുണ്ട്. പൊളിച്ചെഴുതപ്പെടേണ്ട മാറ്റപ്പെടേണ്ട 1000 കാര്യങ്ങൾ. അതൊക്കെ വളരെ നല്ല രീതിയിൽ 2 ദിവസമായിട്ട് കെങ്കേമായിട്ട് പല ന്യൂസ് ചാനലുകളും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിനിമ മുതൽ, ഡ്രഗ്സ് മുതൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് മുതൽ, വിദ്യാഭ്യാസ സിസ്റ്റം മുതൽ, നമ്മുടെ നിയമവ്യവസ്ഥ മുതൽ കുറേ കാര്യങ്ങൾ. അതിൽ ആഡ് ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നിയമങ്ങൾ കുട്ടികൾക്ക് അനുകൂലമാക്കിയോ? കുട്ടികളൊരു വാക്ക് പറഞ്ഞാൽ ബാക്കി ഒരു അന്വേഷണവും ഇല്ലാണ്ട് ഒരു അധ്യാപകനെതിരെ നടപടി എടുക്കാൻ തുടങ്ങിയോ? അതിനെപ്പറ്റി അവരെ പൂർണ്ണ ബോധവാന്മാരാക്കിയോ മക്കളെ? അന്ന് തുടങ്ങി ഒരു അധ്യാപകൻ്റെ പതനം. ഒരു അധ്യാപകന് ചെയ്യുന്ന 1000 റോളുകളുണ്ട്. അതിൽ നിന്നൊക്കെ ഞങ്ങളെ അങ്ങോട്ട് വലിച്ചിട്ട് ജസ്റ്റ് നീ ശമ്പളം വാങ്ങി ജസ്റ്റ് പോയി പഠിപ്പിച്ച് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്ത് ഞങ്ങളെ അത്രയും ബഹുമാനം അർഹിക്കുന്ന ആ ഒരു പ്രൊഫഷനിൽ നിന്ന് ഞങ്ങളെ വലിച്ച് താഴെയിട്ട് കുട്ടികൾ പോലും ഞങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജോലി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ കുട്ടികൾ ഞങ്ങൾ നോക്കാൻ തുടങ്ങി. ഇത് മുതൽ കഴിഞ്ഞു. അവർക്ക് പേടിയില്ലാണ്ടായി. എൻ്റെ ചെറുപ്പത്തിലും എനിക്ക് ഒരുപാട് തെറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ. ഇത്ര വലിയ തെറ്റൊന്നുമല്ല, ചെറുതെങ്കിൽ പോലും. പക്ഷേ ഞാനത് ചെയ്യാണ്ടിരുന്നത് അന്ന് എൻ്റെ അധ്യാപകരെ എനിക്ക് പേടിയായതുകൊണ്ടാണ്. ഇന്ന് നമുക്ക് അവരൊന്നും നോക്കാൻ പറ്റൂല. അവരെന്ത് തെണ്ടിത്തരം ചെയ്താലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. നമുക്ക് ചിലപ്പോൾ ന്യൂസ് കിട്ടും, ഈ കുട്ടീനെ ഒരു ഡ്രഗ് കയ്യിലുണ്ട് സാർ, ഡ്രഗ് ചെറിയ എന്തെങ്കിലും പാൻപരാഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞത് ബാഗ് ചെക്ക് ചെയ്താൽ കുട്ടി മാനസിക സംഘർഷം അനുഭവിച്ചു എന്നുകൊണ്ട് പിറ്റേന്ന് പാരൻസ് വരികയാണ്. നമ്മൾ അത്രയും തെളിവ് സഹിതം ഒരു കുട്ടിയെ എന്തെങ്കിലും പ്രശ്നത്തിന് പിടിച്ചാൽ പാരൻസ് വന്ന് നമ്മളോട് വാദിക്കുകയാണ്, എൻ്റെ മകനത് ചെയ്യൂല എന്നുള്ളത്. ഇതാണ് നമ്മുടെ അധ്യാപകരുടെ ഇന്നത്തെ അവസ്ഥ. ഞങ്ങളെ എല്ലാം കൊണ്ടും അങ്ങോട്ട് പൂട്ടിക്കെട്ടി ഒതുക്കി ജസ്റ്റ് പോവുക, പഠിപ്പിക്കുക, തിരിച്ചു പോരുക എന്നുള്ള റോളിലേക്ക് നിങ്ങൾ ഒതുക്കി അന്ന് കഴിഞ്ഞു നമ്മുടെ കുട്ടികളുടെ. അത് മാത്രമല്ല, അതും ഇതിൽ വലിയൊരു ഫാക്ടറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ രക്ഷിതാക്കൾ, നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ കാണുമ്പോൾ നല്ലതാണ്, പാവാണ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മളൊന്നും അറിയാത്തൊരു മുഖം നമ്മുടെ മക്കൾക്കുണ്ട്. അത് അവരവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴേ നമ്മൾ കാണുള്ളൂ. 4 ആൾ കൂടുമ്പോൾ നമ്മൾ കാണുന്നവരല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ കുട്ടികളെ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുമ്പോൾ കുട്ടികളെ ന്യായീകരിക്കല്ല ചെയ്യേണ്ടത്. അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് അന്വേഷിക്കുക. ഇതിപ്പോൾ കുട്ടികൾക്ക് ആയുധം കൊടുത്തുവിട്ടത് പാരൻസ് ആണെന്നൊക്കെ പറയപ്പെടുന്നു, നമുക്കറിയൂല. അത്തരം പാരൻസിനോടൊന്നും പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. മക്കളോട് കൂട്ടത്തിൽ ചെല്ലും ആവേശം ഉണ്ടാക്കാനും മാസ് പ്രകടിപ്പിക്കാനൊക്കെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ ഇതിൻ്റെ അനന്തരഫലം ഇങ്ങനെ ആവും. ആ കൂട്ടത്തിൽ മനസാക്ഷിയുള്ള ഒരു കുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ, ഈ അടിച്ച കുട്ടികളിൽ ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ വേദനിക്കാൻ ഇത് മാത്രം മതി. മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. മാസ് കാണിക്കാനുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ ഇത്തരം അനന്തരഫലങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് കൂടിയൊക്കെ ഒന്ന് ആലോചിച്ച് എല്ലാറ്റിനും ഇറങ്ങാം.